നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. രാത്രിയിലെ ട്രെയിനിലെ തൽക്കാല ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 6 മണിയാവും പോവും. 7 മണിക്കാ ട്രെയിൻ. സോനയുടെ അമ്മയെ കണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവര് നിന്നെ നോക്കിക്കോളും. അവരെന്തു പറഞ്ഞാലും അതിനനുസരിച്ച് നീങ്ങണം. പഴയ മാതിരി പ്രശ്നവും പരിഹാസവും ഒന്നും വേണ്ട. ഇനി ആ സ്ത്രീയുടെ കയ്യിലാ നിന്റെ ജീവിതം. പക്ഷേ സോന എന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാവുന്നു എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ തയ്യാറാവും. നീ നിരാശപ്പെടണ്ട. അവളെ നിനക്ക് തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച നടക്കാത്ത ഒന്നുമില്ല. ഞാൻ സോനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവളെന്നെ വെറുത്തില്ല. മാനസികമായിട്ട് തളർത്തുകയോ അവഗണിക്കുകയോ ചെയ്തില്ല. പക്ഷെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ ഞാൻ വീണ്ടും അങ്ങനെ കാണിക്കുന്നുള്ള ഭയം അവൾക്കുണ്ട്. ആ ഭയം നീ ഇല്ലാതാക്കണം ശ്യാം. നീ ഇപ്പൊ പുതിയൊരു മനുഷ്യനാണെന്ന് അവളെ ബോധ്യപ്പെടുത്തണം. ഇനിയുള്ള ദിവസങ്ങളില് നീ അതിന് മാക്സിമം ശ്രമിക്കണം. ഇല്ലച്ചാ, ഇനി അവളുടെ മുന്നില് അഭിനയിക്കാനൊന്നും എനിക്ക് ആവില്ല. സോന എന്നെ മനസ്സുകൊണ്ട് അംഗീകരിക്കണം. അവൾക്ക് എന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ ഒരിക്കലും ഞാൻ അവളെ നിർബന്ധിക്കില്ല. അപ്പൊ നിനക്ക് നിന്റെ കുഞ്ഞിനെ വേണ്ടേ? എടാ, സോന ഇപ്പോഴും നിയമപരമായി നിന്റെ ഭാര്യ, നിന്റെ കുഞ്ഞിന്റെ അമ്മയാ. അവക്ക് അത്ര പെട്ടെന്നൊന്നും നിന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല. സോന നിന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക ശ്യാം. നീ പൂർണ്ണമായി മാറിയെന്ന് അവക്ക് ബോധ്യപ്പെടണം. ഇനി വരുന്ന ദിവസങ്ങളില് അത് നീ തെളിയിച്ചു കൊടുത്ത ഇവിടെ നിന്ന് നീ ഡിസ്ചാർജ് ആയി പോകുന്നത് സോനയോടൊപ്പം ആയിരിക്കും. സുശീലയും ഇന്ദ്രനും നിന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു. അവരുടെ ഉപദേശവും നിർദ്ദേശവും കൂടി ആകുമ്പോ സോന നിന്നെ സ്വീകരിക്കുമെന്ന കാര്യത്തില് എനിക്ക് സംശയമൊന്നുമില്ല. ഇന്ദിരേട്ടനെയും ആന്റിയെയും അച്ഛൻ എന്തു പറഞ്ഞാ മാറ്റിയെടുത്ത്? അവരെന്നെ അംഗീകരിക്കാൻ തയ്യാറായത് വലിയ അത്ഭുതമാണല്ലോ. അച്ഛൻ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഓഫർ അവർക്ക് കൊടുത്തോ? ഹേയ്, എന്ത് ഓഫർ? നിനക്കൊരബദ്ധം പറ്റിയതാണെന്നും നീ പഴയതുപോലെ ആവില്ലെന്നുള്ള ഒരു ഉറപ്പ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഒരു ഭർത്താവുണ്ടായിട്ടും മകള് വിധവയെ പോലെ ജീവിക്കുന്നതിൽ അവർക്ക് നല്ല വിഷമമുണ്ട്. അവള് നിന്നെ ഉപേക്ഷിച്ചാലേ അതവരുടെ കുടുംബത്തിന് തന്നെ നാണക്കേടാ. ഇനി അവള് വേറൊരു കല്യാണം കഴിച്ചാ ആ കുഞ്ഞിന്റെ കാര്യം എന്താവും? അവരതൊക്കെ ആലോചിച്ചാ വീണ്ടും നിന്നെ സ്വീകരിക്കാൻ തയ്യാറായത്. പക്ഷേ വീണ്ടും നീ പഴയ സ്വഭാവം കാണിച്ച അതോടെ എല്ലാം തീരും. ഇല്ലച്ചാ, ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇനിയെങ്കിലും എനിക്ക് നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം. എന്റെ കുഞ്ഞിനെ എനിക്ക് നല്ല രീതിയിൽ വളർത്തണം. സോന എന്നെ സ്വീകരിക്കാൻ തയ്യാറായാൽ ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ അവളോട് പ്രായശ്ചിത്തം ചെയ്യും. അച്ഛൻ എന്നെ വിശ്വസിക്കാം. എനിക്ക് നിന്നെ അറിയാം ശ്യാം. ഇതൊക്കെ വിശ്വസിപ്പിക്കേണ്ടത് സോനയാ. നീ ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ സോനയോട് പ്രായശ്ചിത്തം ചെയ്യുമെന്ന്? ഈ ഒരു വാക്ക് മാത്രം അവളോട് പറഞ്ഞാ മതി, അവളുടെ മനസ്സറിയാൻ. ഏതായാലും ഇനിയെല്ലാം നിന്റെ കയ്യിലാ.
എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു. ഇനി നീ മനസ്സ് വെച്ചാ എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും. ഹലോ. ആ ഇന്ദ്ര, ഇത് എവിടെയാ നീ? ഞാൻ കടയിലുണ്ടമ്മേ. ആ അതെനിക്കറിയാം. എടാ നീ എന്നെ മറന്നോ? അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നത്? ഓ പറയാതെ പിന്നെ എങ്ങനാ? എത്ര ദിവസമായി നീ എന്നെ വന്നൊന്നും കണ്ടിട്ട്? അതോ നിനക്കും അനുജനെ പോലെ അമ്മയെ കാണണ്ടെന്നായോ? എനിക്ക് അമ്മയെ കാണണ്ടാതെ വരുമോ അമ്മേ? ആ ഇവിടെ കുറച്ച് തിരക്കായി പോയി, അതാ അങ്ങോട്ട് വരാൻ പറ്റാതെ പോയത്. ആ അത് ശരിയാ. ഹാ തിരക്കള് വന്ന ഒഴിവാക്കേണ്ടത് അമ്മയും പെങ്ങളെയാണല്ലോ അല്ലേ? ഇങ്ങനെയൊന്നും പറയാതമ്മേ. വണ്ടി കംപ്ലൈന്റ് ആയതുകൊണ്ട് കൂടിയാ ഞാൻ വരാതിരുന്നത്. വേണമെങ്കിൽ വഴി ഉണ്ടായേനെ. ഇത് അത്യാവശ്യം ഇല്ലായിരുന്നു, അതല്ലേ കാര്യം. എന്റെ അമ്മയെ അങ്ങനെയല്ല, വണ്ടി വർക്ക്ഷോപ്പിലാ. നാളെ ഉറപ്പായിട്ട് ഞാൻ വരാം. ആ പിന്നെ വരുമ്പോഴേ 2 ദിവസം നിൽക്കാൻ കണക്കാക്കിട്ട് വേണം വരാൻ. ചില പ്രധാന കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. എന്താ അമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ നേരി പറയാം. നീ എന്തായാലും നാളെ ഒന്ന് വരാൻ നോക്ക്. അല്ല അതോ ഇനിയും നാളെയും വണ്ടി റെഡിയായില്ലെന്ന് പറയൂ? ഇല്ല, അമ്മ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. അമ്മയുടെ മനസ്സിൽ ഞാൻ മനഃപൂർവ്വം എന്തോ ചെയ്യുന്ന പോലെ. ഓ അമ്മേ, അമ്മ അങ്ങനെ വിചാരിക്കുന്നത് തന്നെ എനിക്ക് വേദനയാ. ഞാൻ എന്റെ വിഷമം കൊണ്ട് പറയുന്ന മോനെ, നീ മാത്രമാ എന്നെ സോനെ അന്വേഷിക്കുന്നത്. സത്യന് പിന്നെ ഞാൻ ശത്രുവാണല്ലോ. അല്ല ഇനി നീ കൂടി എന്നെ മറന്നാ എനിക്കത് സഹിക്കാൻ പറ്റുമോ? നിനക്കതറിയാലോ. അമ്മ വിഷമിക്കാതെ, എല്ലാം എനിക്കറിയാം. ആ വണ്ടി എടുക്കാനേ സത്യം വർക്ക്ഷോപ്പിലേക്ക് പോയിട്ടുണ്ട്. അവൻ ഉടനെ തന്നെ എത്തും. അതുകൊണ്ട് ഞാൻ നാളെ നേരത്തെ തന്നെ എത്തിക്കോളാം. ഓ ശരി. ശരി അമ്മ. പ്രതിയെ കിട്ടി സാർ. അവൻ സമ്മതിക്കുന്നില്ല. കുറച്ച് കരച്ചിലും ബഹളമൊക്കെ ഉണ്ട്. അതൊക്കെ അവന്റെ നമ്പറാന്നേ. സത്യം പറയിപ്പിക്കാൻ നമുക്കറിയാലോ. അതെ, അത് ഞാൻ ചെയ്തോളാം. ഓക്കെ സാർ. എന്താടോ, എന്താ കാര്യം? സാർ, കഴിഞ്ഞ ദിവസം നമ്മൾ കസ്റ്റഡിയിലെടുത്ത വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. ഏത് വണ്ടി? മദ്യപിച്ച് വണ്ടി ഓടിച്ച കേസില്ലേ സാർ, ആ ഇന്ദ്രൻ. ഓ, അവന്റെ വണ്ടിയോ? ആ അതെ സാർ, അദ്ദേഹത്തിന്റെ അനിയനാ ഇത്. നമസ്കാരം സാർ. തന്റെ ചേട്ടനെ എന്നൊന്ന് പേടിപ്പിക്കാൻ വന്നു. അവൻ എന്നെ നിയമം പഠിപ്പിക്കണം. ഞാൻ ഈ കസേരലിക്കാൻ തുടങ്ങിയിട്ടേ വർഷം കുറച്ചായി. സോറി സാർ. സാർ ക്ഷമിക്കണം. ഏട്ടൻ മദ്യപിച്ച് ബോധമില്ലാതെ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാ. എടോ, മദ്യപിച്ച് ആരോട് എന്തും പറയാമെന്നാണോ? അവനെ നിയമം പഠിപ്പിക്കാനേ എനിക്കറിയാം. സാർ, സത്യനൊരു പാവമാ. സാറേ, ഏട്ടൻ മദ്യപിക്കാത്ത ആളാ. ഇത് കൂട്ടുകാർ കൂടി അറിയാതെ സംഭവിച്ചതാ. ആ ലഹരിയിൽ പറ്റിപ്പോയതാ സാറേ. ശരി, ഇത്തവണത്തേക്ക് വണ്ടി എടുത്തോ. പക്ഷെ ഇനി ഒരു തവണ കൂടി മദ്യപിച്ചവൻ വണ്ടി ഓടിച്ചാ അവന്റെ ലൈസൻസ് ഞാൻ കട്ട് ചെയ്യും. ഇല്ല സാർ, ഇനി ആവർത്തിക്കില്ല. ശരി ഡോ, ആ വണ്ടിയും കൊടുത്തു വിട്ടേക്ക്. ആ ശരി സാർ. താങ്ക് യു സാർ. വാ. അല്ല സാർ. എന്താടോ? സാർ ഇപ്പൊ കൊണ്ടുവന്ന ആ പ്രതിയില്ലേ? തനിക്കേളെ അറിയാമോ? ആ അറിയാം സാർ. എന്റെ ബന്ധു മനീഷയാണ് സഞ്ജു വിവാഹം കഴിച്ചിരിക്കുന്നത്. ഓ, ഇപ്പൊ ഡിവോഴ്സായി. അതിൽ വലിയ അത്ഭുതമൊന്നും വേണ്ട. ഇവനെ പോലൊരുത്തന്റെ കൂടെ ഏത് പെണ്ണ് ജീവിക്കും? തന്റെ ബന്ധു ഏതായാലും രക്ഷപ്പെട്ടു. എന്താ സാർ കേസ്? എടോ, അവൻ നല്ല ഒന്നാം തരം കള്ളനാ. ഒരു മാലപൊട്ടിക്കൽ കേസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. CCTVയിലെ വണ്ടി നമ്പർ നോക്കിയിട്ടാ പോക്കിയിരിക്കുന്നത്. ശരി സാർ. ശരി.
എന്നെ കൊണ്ട് സത്യം തെളിയിപ്പിക്കടാ. നിന്റെ ഒരു മോളമോഷണം. അല്ല, ഒന്നാം തരം ഒരു പേര് സഞ്ജു. മോനെ, രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. അയ്യോ, എനിക്കൊന്നും വേണ്ട. മോനെ ഇത്തിരി ഭക്ഷണം എടുക്കട്ടെ. എനിക്ക് വേണ്ട. മോനെ, ഇങ്ങനെ കുട്ടികളെ പോലെ വാശി പിടിക്കല്ലേ സാറേ. ആഹാരം എന്തെങ്കിലും കഴിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാൻ. ഇത്രയും കാലം നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് ഞാൻ കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും പൂജ എവിടെയാണെന്ന് എനിക്കറിയണം. മോനെ, നമ്മൾ അവളെ അന്വേഷിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും മോള് വരും. എന്നിട്ട് എവിടെയമ്മേ? അന്ന് വണ്ടി നമ്മളെ കിട്ടില്ല എന്ന് പറഞ്ഞ അതിനർത്ഥം അവളെ ആരും ഒളിപ്പിച്ചോന്നാ. അത് ആരാണെന്ന് എനിക്ക് അറിയണം. മോനെ, മുറിയിലേക്ക് മാറ്റിയല്ലേ? നന്നായി. അധികം വൈകാതെ വീട്ടിലേക്ക് മടങ്ങാനും ആവും. ഇവൻ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. മോൾ എവിടെയാണെന്ന് അറിയാതെ കഴിക്കില്ലെന്ന് വാശി പിടിച്ചിരിക്കുക. ഐസിയിൽ നിന്ന് മാറ്റിയെന്നേ ഉള്ളൂ. വലിയ ഡോസുള്ള മരുന്നുകളാ. കഴിച്ചില്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവേണ്ടി വരും. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോ വിളിച്ചാ മതി. മോനെ, നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? നീ ഭക്ഷണം കഴിക്കേ. അതിനു മുമ്പ് പൂജ എവിടെയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. പരമാവധി സ്ഥലത്ത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 25 കൊല്ലം നിങ്ങളുടെ അന്വേഷണങ്ങളെല്ലാം ഞാൻ കണ്ടതാണല്ലോ. ഇനിയും അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോഴും അന്വേഷിക്കുന്നത്. അർജുൻ, അവളെന്റെ മകളല്ലേ? അവളെക്കുറിച്ചറിയാതെ എനിക്ക് സമാധാനം ഉണ്ടാവുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? മോനെ, ഞാൻ സഹിക്കുകയാണത്. സ്വന്തം ഭാര്യയും കുഞ്ഞും ഇങ്ങനൊരു അപകടത്തിൽ എവിടെ പോയെന്നറിയാതെ 1-2 കൊല്ലമല്ലേ നിങ്ങൾ ജീവിച്ചത്. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വലുതാക്കാനായിരുന്നു തിടുക്കമല്ല. അതുകൊണ്ട് നിങ്ങളുടെ സഹനത്തെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. മോനെ, നീ എന്തൊക്കെ പറയുന്നേ? അമ്മയൊന്നും മിണ്ടാതിരിക്കും. ഇയാളുടെ സ്വഭാവം ശരിക്കും അറിഞ്ഞിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. ആന്റിയും പൂജയും സഹിച്ചതെല്ലാം നിങ്ങൾ കാരണമായിരുന്നു. നിങ്ങളുടെ വഴിവിട്ട ബന്ധുവാ അവരുടെ ജീവിതം ആദ്യം നശിപ്പിച്ചത്. ഇപ്പൊ എന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോ നിങ്ങളുടെ മകളുടെ ജീവിതത്തെയും അതേ ബന്ധം തന്നെയാണ് നശിപ്പിക്കുന്നത്. അർജുൻ, ദൈവദോഷം പറയരുത്. അതെല്ലാം അടഞ്ഞ അധ്യായങ്ങളാണെന്നും അതൊന്നും ഇനി ജീവിതത്തിൽ ആവർത്തിക്കില്ല എന്നും ഞാനും എന്റെ ഭാര്യയും വർഷങ്ങൾക്ക് മുമ്പേ തീരുമാനമെടുത്താണ്. എന്നിട്ടും അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്റെ കുഴപ്പം കൊണ്ടല്ല. ആണ്. നിങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ട് മാത്രം ആ കമ്മീഷണർ അങ്ങനെയൊക്കെ പെരുമാറിയത്. അതേ വൈരാഗ്യ പൂജയ്ക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അയാളെ പ്രേരിപ്പിച്ചതും. ഇല്ല അർജുൻ, ഇനി അയാളുടെ കൈ പൂജയ്ക്ക് നേരെ ഉയരില്ല. ഉയരാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാ വേഗം ചെല്ല്. പോയി പൂജ വേഗം ചെന്നിട്ട് എന്റെ മുന്നിൽ കൊണ്ട് നിർത്ത്. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അർജുൻ, മതി മോനെ. എന്താ ഒരു സംസാരം? ആഹാ, അർജുൻ ഉഷാറായല്ലോ. എന്താടോ മുഖത്തൊരു വാട്ടം? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ? ഇതിൽ കൂടുതൽ എന്ത് ഇഷ്യൂണ് കിരണിന് വേണ്ടത്? ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും നിങ്ങൾ എന്താ ആക്ഷനാ എടുത്തത്? പോലീസ് ഫോഴ്സിന് ഇത്രയും ദിവസമായിട്ടും പൂജ കണ്ടെത്താൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. എല്ലാവർക്കും പറയാൻ കുറെ ന്യായീകരണങ്ങളുണ്ട്. ആളെവിടെയാണെന്ന് പറയാൻ മാത്രം ആർക്കും കഴിയുന്നില്ല. അത് പറയാൻ അർജുൻ ഞാൻ വന്നത്. തന്റെ പൂജയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല. സുരക്ഷിതയായിട്ട് ഹോസ്പിറ്റലുണ്ട്. എവിടെ? ഏത് ആശുപത്രിയിലാണ് അവളുള്ളത്? കിരൺ, എനിക്കിപ്പോ തന്നെ അവളെ കാണണം. അടിവാരത്ത് ആശുപത്രിയിലുണ്ടെന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. ഞാൻ നേരെ അങ്ങോട്ട് പോവാ.